മുസ്തഫ, മുസ്തഫ. അയ്യോ സാറേ, എനിക്കൊന്ന് അറിഞ്ഞോളൂ സാറേ, ഞാൻ നിരപരാധിയാണ്, എന്നെ തലല്ലേ സാറേ. നീന്റെ പിച്ചை വേഗം പറഞ്ഞേ. സമയത്രയെന്നറിയോ? 7 പോയി ചായയുടെ. അതിനാ പെണ്ണോട് കിടന്നുറങ്ങല്ലേ? ഓ, ഞാനത് മറന്നു. ഞാനത് ഓർത്തെ. ആ പെണ്ണെന്താ എണീക്കാത്തെ? ചായ റെഡി. ഞാൻ ചായ ഇട്ടായിരുന്നു. എന്താ ചെയ്തത്? തെറ്റായി പോയോ? ഏയ്, തെറ്റൊന്നുമില്ല. രാവിലെ തന്നെ പിച്ചക്കാരെ കെട്ടിയെടുത്തോ? വാതിൽ തുറക്കടാ. പിച്ചക്കാരനല്ല, കുരിയച്ചായി. അയ്യോ, അയാളെ തന്നെ രാവിലെ തന്നെ കെട്ടിയെടുത്ത്. അയ്യോ, അതേക്ക് വെക്കും. മായങ്ങാനും കുരിയച്ചാൻ കണ്ടു കഴിഞ്ഞാ പിന്നെ ഞങ്ങളുടെ ഇയാൾ എന്ത് മുട്ടാൻ മുട്ടുന്നത്? ഇയാൾക്ക് അപ്പിടാൻ മുട്ടുണ്ടോ? കട്ടിലിന്റെ അടിയിലേക്ക് തള്ളി വെക്കണോ? അയ്യേ, അടിയിലേക്ക് ഇരുന്നോളൂ. എന്താ അതിലോർക്കാൻ? ഞാൻ തുറന്നോളാം. എന്തുവാണേ തുറക്കാൻ ഇത്ര താമസം? ഞങ്ങൾ ഇതിൽ രാത്രി കിടക്കാൻ ലേറ്റായി. അത് നല്ല ഉറക്കത്തിലായിരുന്നു. ഉറക്കത്തിൽ നീയൊക്കെ ചായ ഇടുന്ന സ്വഭാവം എന്ന് തുടങ്ങി? എന്താന്നറിയില്ല, കുറച്ചു ദിവസമായിട്ട് നമ്മൾ ഈ ഉറക്കത്തിൽ മൂത്രം ഒഴിക്കൂലേ, അതുപോലെ ഉറക്കത്തിൽ ചായയുടെ ഹാബിറ്റായി മാറിയിരിക്കാം. ഇതൊരു അസുഖമാണ് കുരിച്ചായ. ഞാനിന്നലെ രാത്രി ഉറക്കത്തിൽ കുളിച്ചു. ഇതൊരു ഹാബിറ്റാണോ ചായ? ഇവനെല്ലാം ഓവറാക്കും. ഞാനുള്ള കണ്ട മൂർഖമ്മന്ന് പറയും. എന്നെ മൂർഖനാക്കരുത്. പോയൊരു ചായ ഇങ്ങെടുത്തോണ്ട. ചായപ്പൊടി ഒട്ടൂല. വെള്ള ചായ പൊടിയൊക്കെ മതി. തീപ്പെട്ടിയില്ല. പിന്നെ നീയൊക്കെ കല്ലറച്ചിട്ടാണ് ചായ ഉണ്ടാക്കി കുടിച്ചത്. ഉറക്കത്തിലായതുകൊണ്ട് ശ്രദ്ധിച്ചില്ല. ഒരു കൊള്ളി ഉണ്ടായിരുന്നുള്ളൂ. ഒറ്റക്കൊള്ളിയോ? എന്നാൽ എന്റെ ഒരു തീപ്പെട്ടിക്കൊള്ളിയുണ്ട്. അത് നിന്റെയൊക്കെ തലയിൽ മണ്ണെണ്ണ ഒഴിച്ച് കൊളുത്താൻ വേണ്ടി സൂക്ഷിച്ചതാ. അതിട്ട് ചായ അകത്ത് മായ. മായോ? അതെ, മായം. ചായപ്പൊടിയിൽ മായമുള്ളതുകൊണ്ട് കുരിച്ചാനോട് കുടിക്കണമെന്നല്ലേ നീ പറഞ്ഞത്? അതന്നെ. പോയിടാ. കണ്ട തീപ്പെട്ടിയില്ലെന്ന് കള്ള റാസ്കൽ. അതേ നിനക്കൊരു വെപ്രാളം. അല്ല, മുസ്തഫയുടെ അണ്ടർവെയർ ഇതിനകത്ത് ഉണ്ടായിരുന്നു. അതിന് അല്ല, കുരിച്ചായൻ പെട്ടെന്ന് കണ്ട് ഞെട്ടിയാലോ എന്ന് വിചാരിച്ച്. അതിന് മുസ്തഫ അണ്ടർവെയർ എന്തോന്ന് മൂർഖൻ പാമ്പാ? അത് കാണാത്തത് കണ്ടാ കുരിച്ചാന് പെട്ടെന്ന് അറ്റാക്ക് വന്ന് മരിച്ചോ ഞങ്ങള്. ഇവ ഏത് മണ്ടൻ പൊട്ടൻ? ഊറുന്ന ഇല്ല, കാറ്റ്. കാറ്റ് എന്തോ ആയ കളി. എങ്ങനെ തട്ടിപ്പോ പൊടി. സോറി, പൊടി വല്ലം വിളിച്ച് പറഞ്ഞു. എങ്ങനെ എന്താ ഇത്? ഇതിനെവിടേക്കാണ് കൊണ്ടുപോകണം? ഞാൻ സ്റ്റുഡിയോനകത്ത് കൊണ്ട് കുഴിച്ചു മൂടുക. ഇത് പാവാടല്ല. അത് പാവാടടാ. സത്യം പറഞ്ഞു, ഇത് ആരുടെ പാവാടയാണ്? ഇതെന്റെ പാവാട. നീ പാവാട എടുക്കാൻ തുടങ്ങി? നാളെ മുതല്. അല്ല, ശരിയോണ്ടാ. ഈ ചേച്ചി ചെട്ടിട്ടോണ്ടൊക്കെ നീ പട്ടി കണ്ടോണ്ടിരിക്ക. ഇത് മറക്കാൻ വേണ്ടിട്ടാണ് ഇത് വേണ്ടത്. എങ്ങനെയുണ്ട്? കാലി കുരിയച്ചനോട് വേണ്ട. ഇത് ഈ പെണ്ണിന്റെ പാവാടയല്ല. ഇവിടെ ഒരു പെണ്ണിന്റെ മണമുണ്ട്. നിനക്കറിയാമല്ലോ, ഞാൻ മറ്റെന്ത് സഹിക്കും. പക്ഷെ പെണ്ണ് കേസിപ്പെട്ടു എന്നറിഞ്ഞാ നിങ്ങൾ രണ്ടിന്റെ കഥ ഞാൻ കഴിക്കും. എവിടുന്നാണ് ഈ പെൺമണം? സത്യം പറ. അതേ ഇച്ചായ, ഇന്നലെ ഇവിടെ 2 പെണ്ണുങ്ങൾ ഫോട്ടോ എടുക്കാൻ വന്നിരുന്നു. ആ പെണ്ണുങ്ങൾക്ക് ഭയങ്കര മണായിരുന്നു. ആ നൈറ്റ് വാഷ് ചെയ്തപ്പോൾ അതേ മണായിരുന്നു. ആ മണ ഈ മണം എനിക്ക് ഫീൽ ചെയ്തൊരു സ്മെല്ല്. ആ സ്മെല്ല ഈ സ്മെല്ല്. ആ സ്മെല്ല ഈ മണം. ആ മണോ ഈ മണോ ഒക്കെ വിട്. ഇന്നലത്തെ കളക്ഷൻ 1000 രൂപ എടുക്ക. ഫുള്ളായിട്ട് ബാങ്കിൽ അടച്ചു. വണ്ടി ഓടി വകെ നിന്റെ ഒന്നും ഇല്ലടേ. ഞാൻ വർക്ക്ഷോപ്പിൽ അടച്ചു. ഓ, നീയൊക്കെ കൂടെ എന്നെ അടക്കം ചെയ്യും. കർത്താവെ, 10 മണിക്ക് മുമ്പ് കറണ്ട് ബില്ല് അടച്ചില്ലെങ്കിൽ എവിടുന്ന് 1000 രൂപ ഉണ്ടാക്കും? പാവാട. ഞാൻ പോവാണ്.